എൻ്റെ പേര് മുഹമ്മദ് സജീർ. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലെ PhD വിദ്യാർത്ഥിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ UK ഗവൺമെൻറ് നൽകുന്ന റീലൊക്കേഷൻ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം പലരും എന്നോട് DM വന്ന് ചോദിച്ചൊരു കാര്യം എങ്ങനെയാണ് UK PhD എന്നുള്ളതാണ്. PhD എന്തുകൊണ്ടൊരു സേഫർ ഓപ്ഷനാണ്. നിങ്ങൾ മറ്റുള്ള കൺട്രികളിൽ വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ പോകണമെങ്കിൽ PhD ഇസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം PhD എപ്പോഴും നമ്മളൊരു ഹയർ ടാലന്റ് എന്ന രീതിയിലാണ് പരിഗണിക്കാറ്. അപ്പം ഇപ്പം തന്നെ UK PSW റൂൾസ് ഒക്കെ മാറുന്നു. അപ്പം വരുന്ന UK സ്റ്റുഡൻസിനൊക്കെ വളരെയധികം കൺസേൺസ് ആണ്. ഭാവിയിൽ എന്തായിരിക്കും, ഇവിടെ മാസ്റ്റേഴ്സിന് വന്നിട്ട് കാര്യമുണ്ടോ, PSW ഇനി കുറക്കോ കൂട്ടോ തുടങ്ങി പലതരം കൺസേൺസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും PhD-കാരൊക്കെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കൺസേൺ ഉണ്ടാവാറില്ല. കാരണം PhD നമ്മളിപ്പോൾ എല്ലാ ഗവൺമെന്റുകളും ഒരു ഹയർ ടാലന്റ് എന്ന രീതിയിലാണ് പരിഗണിക്കാറ്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും മികച്ച ടാലന്റുകളെ എപ്പോഴും അവരുടെ കൂടെ ചേർത്ത് വെക്കാൻ അവർ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനാണ് നോക്കാറ്. അതുകൊണ്ട് തന്നെ PhD-കാരുടെ കേസിൽ വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി അവർക്ക് നല്ല പരിഗണനയാണ് ഗവൺമെന്റ് ഭാഗത്ത് കിട്ടുക. അവരുടെ ഫെലോഷിപ്പ് പെർ ഇയർ എല്ലാ ഇയറിലും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിലവിൽ PhD എങ്ങനെയാണ് UK ചെയ്തതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. PhD രണ്ട് രീതിയിലാണ് UK ഒന്ന് സെൽഫ് ഫണ്ടഡ് ആണ്. സെൽഫ് ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ കണക്ക് ഏകദേശം വർഷത്തിൽ 27 ലക്ഷം രൂപകൾ നമ്മൾ ട്യൂഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നീട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ കൂടി 3-4 വർഷമാണ് യൂഷ്വലി PhD ഡ്യൂറേഷൻ. അപ്പോൾ ഏകദേശം 1.5 കോടി അതിനടുത്ത് നമ്മൾ ഫീസായിട്ടും മറ്റു നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ കൊടുക്കേണ്ടി വരും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോഷിപ്പോടെ വരികയാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ കോമൺവെൽത്ത് അല്ലെങ്കിൽ മേരി ക്യൂറി അത്തരത്തിലുള്ള ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഡീൻസ് ഫെലോഷിപ്പ് അത്തരത്തിലുള്ള ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്. അല്ലെങ്കിൽ പ്രൊഫസർ ഓൾറെഡി ഒരു പ്രൊജക്ട് പ്രപ്പോസൽ എഴുതി ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റിന് ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പ്രൊഫസർക്ക് PhDസിനെ റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ അവർക്കാണെങ്കിലും നമ്മൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി പ്രൊജക്റ്റിൽ അത് കവർ ആയിക്കണം. അപ്പോൾ നമ്മുടെ റിസർച്ച് എക്സ്പെൻസുകൾ, നമുക്ക് മന്ത്ലി വരുന്ന സ്റ്റൈപ്പൻഡുകൾ എല്ലാം യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ ആ രണ്ട് രീതിയിലാണ് PhD അഡ്മിഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ടിപ്പിക്കലി നമ്മൾ PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുള്ള വർക്ക് ചെയ്യുന്ന പ്രോസസ് ഇമെയിൽ വഴി അപ്രോച്ച് ചെയ്യാണ് ചെയ്യുക. ഇമെയിൽ വഴി അല്ലെങ്കിൽ യൂഷ്വലി അവർ എന്താ ചെയ്യുക, അവർ ഓൾറെഡി ഒരു പ്രൊജക്ട് പ്രപ്പോസൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ് സാധാരണ ട്വിറ്ററിലോ ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഫൈൻഡ് എ PhD പോലത്തെ വെബ്സൈറ്റുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി വരുന്നതിനെക്കുറിച്ച് അവരുടെ ഗ്രൂപ്പിലുള്ള വേക്കൻസിനെ കുറിച്ചും പോസ്റ്റ് ഇടും. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ അലയാനുള്ള ഏരിയ ആണ്, നമുക്ക് എക്സ്പെർട്ടൈസുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് പോയി അപ്ലൈ ചെയ്യാം. യൂഷ്വലി ടിപ്പിക്കലി 1-2 ഇന്റർവ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് UK PhDക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വരാം. ഇനി PhD കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് PhD കഴിഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് UK പോസ്റ്റ് ഡോക്കിനൊക്കെ വരാം. യൂഷ്വലി ഗ്ലോബൽ ടാലന്റ് വിസയിലൊക്കെ വരികയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ആണ്. 3 ഇയർ കൊണ്ട് നിങ്ങൾക്ക് PR ഒക്കെ ILR ഒക്കെ കിട്ടും. ഇറ്റ്സ് എ ഈസി റൂട്ട്. അപ്പോൾ അത്തരത്തിലാണ് UK PhD കഥകൾ. PhD യൂഷ്വലി സാധാ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് £1,500 പെർ മന്ത് ആണ്. പിന്നെ നമുക്ക് വേറെ എക്സ്പെൻസുകളൊന്നുമില്ല. നമ്മൾ ഇറ്റ്സ് ഇൻ ഹാൻഡ്. നമ്മൾ ടാക്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വിദ്യാർത്ഥിയുടെ പരിഗണനത്തിലാണ് വരുന്നത്. അപ്പം അത്തരത്തിലാണ് സാധാരണ PhD UK യൂഷ്വലി 3 കൊല്ലമാണ് അല്ലെങ്കിൽ 4 കൊല്ലം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ടിപ്പിക്കലി 5 കൊല്ലം 5-6 ആ രീതിയിലാണ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ US പോലത്തെ കൺട്രിയിലാണെങ്കിൽ അതും 5-6 ആ റേഞ്ചിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അത്രയാണ് PhDയെ കുറിച്ചുള്ള ഷോർട്ടായ ഡിസ്ക്രിപ്ഷൻ. ഇനി PhDക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അത്തരത്തിൽ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ യു ക്യാൻ DM me, ഓർ ഞാൻ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലോ അല്ലെങ്കിൽ DM-ലോ അറിയിക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ രണ്ടാമതായിട്ട് വീണ്ടും ഇടാം. അപ്പം സീ യു അഗൈൻ. ബൈ.